നമസ്കാരം, മച്ചാക്കട്ടനാണ്. അപ്പോൾ ഞാൻ കുറേ നാളുകളായി വീഡിയോ കുറച്ച് ചെയ്യാതിരുന്നിട്ട്. അപ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് മെസ്സഞ്ചറിലൂടെയും എൻ്റെ FBയിലൂടെയും അല്ലെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തും ഡയറക്റ്റ്ലി കാണുന്ന ഫ്രണ്ട്സൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് വീഡിയോ ചെയ്യാത്തതെന്ന്. ഞാനൊരു ചെറിയൊരു ഇടവേള എടുത്തതാണ് സത്യം. പക്ഷേ എന്നിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്, എന്നെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതിലുപരി എൻ്റെ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യുന്നവരും കമൻറ്റ് ചെയ്യുന്ന കുറേ നല്ല കുറേ ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ഞാൻ ഇപ്പോഴും എൻ്റെ മീഡിയയുടെ പേരിലും എൻ്റെ പ്രേക്ഷകരുടെ പേരിലും അതിലുപരി എന്നെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ അറിയിക്കുകയാണ്. ഞാനിപ്പം ഒരു പരിചയപ്പെടുത്തുന്ന ഒരു വ്യക്തിത്വം എന്ന് പറയുന്നത് എന്താ പറയുന്നത്, കലാലോകത്ത് ഒരുപാട് കഴിവുകൾ തെളിയിച്ച ഒരു അതുല്യ പ്രതിഭയാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അദ്ദേഹത്തിലൂടെ നമുക്ക് കുറച്ചു നേരം നമ്മുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഓക്കെ, ചതുഷ്ദള കമലം മൂലാധാരം പൃഥ്വീ തത്വം ഗണനാഥം. ചതുഷ്ദള കമലം മൂലാധാരം പൃഥ്വീ തത്വം ഗണനാഥം. ഭാരതവർഷേ ഭാരതവർഷേ തുലീലദേശേ പുണ്യമൊഴുക്കും വിഘ്നേശൻ, പുണ്യമൊഴുക്കും വിഘ്നേശൻ. ചതുഷ്ദള കമലം മൂലാധാരം പൃഥ്വീ തത്വം ഗണനാഥം. ചതുഷ്ദള കമലം മൂലാധാരം പൃഥ്വീ തത്വം ഗണനാഥം. ആദിപ്പൊരുളായി ആദിമപൂജിതനായി, ആദിപ്പൊരുളായി ആദിമപൂജിതനായി കൊച്ചുമണ്ടയ്ക്കാട്ടെ കന്നിമൂലയിൽ, കൊച്ചുമണ്ടയ്ക്കാട്ടെ കന്നിമൂലയിൽ അണയുവോർക്കാനന്ദവും ആശിസുമരുളും. നമസ്കാരം. ഞാൻ ഇന്ന് എൻ്റെ മീഡിയയ്ക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്ന ഒരു അതുല്യ പ്രതിഭയും അതുല്യ ഒരു കലാകാരനെയുമാണ്. അദ്ദേഹം അതുല്യ പ്രതിഭ എന്ന് പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. ഒരുപാട് മേഖലകൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കലാകാരനാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, പ്രശസ്തരെയല്ല ഞാൻ കൊണ്ടുവരുന്നത് എങ്കിൽ പോലും പ്രഗത്ഭരെയും നമ്മൾ കൊണ്ടുവരാറുണ്ട്. അത്രയും പ്രഗത്ഭനായ ഒരു കലാകാരനെയാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. എല്ലാവരും ഈ കലാകാരനെ സപ്പോർട്ട് ചെയ്യുക. കാരണം എന്ന് പറഞ്ഞാൽ ഒരുപാട് ക്വാളിറ്റികൾ ഇദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. എല്ലാ മേഖലയിലും, അതായത് കലാഫീൽഡുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലയിലും കൈകടർത്തിയ ഒരു കലാകാരനാണ് ഇദ്ദേഹം. അണ്ണനെ നമുക്ക് പരിചയപ്പെടാം. അല്പവിശേഷങ്ങളുമായി നമുക്ക് ഇച്ചിരി നേരം നമുക്ക് മുന്നോട്ട് പോകാം. അണ്ണ നമസ്കാരം. നമസ്കാരം. അണ്ണ ശരിക്കുമുള്ള പേരെന്താ? എൻ്റെ പേര് ബിനു ഗോപിനാഥൻ എന്നാണ്. കുഞ്ഞുനാളിലെ ഉള്ള എൻ്റെ സംഗീതത്തോടുള്ള താല്പര്യം ഇന്ന് നമ്മൾ ഒരുമിച്ച് സംസാരിക്കുന്ന ഈ അവസരത്തിൽ, അതായത് ഞാൻ സ്വന്തമായി നിർമ്മിച്ച ഒരു സ്റ്റുഡിയോ, അത് ഈ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്താൻ കൂടിയാണ് ഞങ്ങൾ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്.
തീർച്ചയായും. അല്ല, ഇത് സത്യത്തിൽ സ്റ്റുഡിയോയുടെ കാര്യം എനിക്കറിയത്തില്ല. അണ്ണൻ്റെ ഒരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് കുറേ റിക്വസ്റ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ അണ്ണൻ്റെ സുഹൃത്തുക്കളൊക്കെയാണ് അത്. നമ്മുടെ പ്രഭയുണ്ട്, പിന്നെ നമ്മുടെ പുലിയിലുള്ള നമ്മുടെ ഒരു ജ്യേഷ്ഠ സഹോദരനുണ്ട്. അദ്ദേഹം എൻ്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് പേര് വെളിപ്പെടുത്തരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ കുറേ പേര് അണ്ണൻ്റെ പേര് എൻ്റെ അടുത്ത് ഇങ്ങനെ എനിക്ക് സെലക്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ഞാൻ ചെയ്യാം. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു ഇവിടെ ഒരു സ്റ്റുഡിയോ ഉണ്ട്, നിങ്ങൾ തീർച്ചയായിട്ടും അത് പോയി ഒന്ന് കാണണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ശരിക്കും വന്ന് കണ്ടപ്പോൾ ഞാൻ സത്യത്തിൽ അതിശയിച്ചു പോയി. നമ്മൾ പല സ്റ്റുഡിയോയിലും റെക്കോർഡിങ്ങിന് നമ്മൾ പോയിട്ടുണ്ട്, ഞാൻ പോയിട്ടുണ്ട്. നമ്മുടെ ഈ കൊല്ലം ജില്ലയിൽ തന്നെയും പോയിട്ടുണ്ട്, പിന്നെ തിരിച്ച് ജില്ല വിട്ടും പോയിട്ടുണ്ട്. പക്ഷേ ഈ സ്റ്റുഡിയോയിൽ ഭയങ്കര ക്രിയേറ്റിവിറ്റിയാണ്. ഈ ക്രിയേറ്റിവിറ്റി എല്ലാം ആരുടെ ക്രിയേറ്റിവിറ്റിയാണ്? അണ്ണൻ്റെ സ്വന്തം ക്രിയേറ്റിവിറ്റിയാണ്. തീർച്ചയായും. ഞാൻ പറഞ്ഞല്ലോ, മഷയോട് പറഞ്ഞിരുന്നല്ലോ, ഒരു സിവിൽ എഞ്ചിനീയർ എന്നുപരി ഞാനൊരു ഇൻറ്റീരിയർ ഡിസൈനർ കൂടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് സ്വന്തമായൊരു സ്റ്റുഡിയോ നിർമ്മിക്കണമെന്ന് ആഗ്രഹിച്ചപ്പോൾ എനിക്ക് എൻ്റെ ഐഡിയയിൽ എൻ്റെ കൈകൊണ്ട് തന്നെ ഇത് പരമാവധി ചെയ്തെടുക്കണം എന്നുള്ളൊരു ആഗ്രഹമാണ്, അതിൻ്റെ ആഗ്രഹ സബലീകരണമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. സ്വന്തം കൈപ്പടയിൽ തന്നെ നമുക്ക് പൂർണ്ണത വരുത്തുക എന്നുള്ളത്. തീർച്ചയായും. അപ്പം എത്ര വർഷമായാണ് കലാഫീൽഡിൽ? ഏകദേശം ഒരു എൻ്റെ 15 വയസ്സ് തൊട്ട് നമ്മുടെ വിദ്യാഭ്യാസ കാലഘട്ടം, അല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെ നമ്മുടെ സംഗീതത്തോടുള്ള താല്പര്യവും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പാടുന്നതിനായാലും അത്യാവശ്യം ചെറുപ്രായത്തിൽ തന്നെ ചില വരികൾ കിട്ടിയാൽ അത് ഒന്ന് കമ്പോസ് ചെയ്യുന്നതിനൊക്കെ ഉള്ളൊരു താല്പര്യം ഞാൻ കാണിച്ചിരുന്നു. തീർച്ചയായും. അല്ല, അതൊരു പ്രധാന ഘടകമാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിൽ എന്താണ് ഉള്ളത് എന്ന് നമ്മൾ തന്നെ തിരിച്ചറിഞ്ഞ് അതിനെ നമ്മൾ പരിപോഷിക്കുന്നതാണ് ഏതൊരു കലാകാരൻ്റെയും ക്വാളിറ്റി എന്ന് പറയുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ അതിപ്പോൾ നമുക്ക് നമ്മളുള്ളിൽ സംഗീതമാണുള്ളത്, അത് മറിച്ചിട്ട് നമ്മൾ വരയോട് പോയി കഴിഞ്ഞാൽ നമുക്കില്ലാത്തൊരു പാഷനെ നമ്മൾ എടുക്കേണ്ട കാര്യമില്ല. ഓക്കെ, അതിൽ അണ്ണൻ സാറ്റിസ്ഫൈഡ് ആയി. ആരായിരുന്നു ഏറ്റവും കൂടുതൽ അണ്ണനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്? എന്നോടൊപ്പമുള്ള എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കലാരംഗത്ത്. എനിക്ക് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കുടുംബത്തിലുള്ള മിക്കവാറും എല്ലാ ആൾക്കാരും തന്നെ സംഗീതപരമായ തൊഴിലുകൾ, കലാപരമായ തൊഴിലുകൾ അടക്കം ചെയ്തിട്ടുള്ളവരാണ്. എല്ലാവരും എടുത്തു പറയേണ്ട ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ എനിക്ക് മെയിനായിട്ടും പറയാനുള്ളത്, ഈ സംഗീതത്തോട് താല്പര്യം കണ്ട് ഞാൻ സുധീ വേളമനോർ എന്ന ഒരു വ്യക്തിയെ ഞാൻ പരിചയപ്പെട്ടു. അദ്ദേഹമാണ് യഥാർത്ഥത്തിൽ എന്നിലെ കലാകാരനെ തിരിച്ചറിഞ്ഞത്. പരിചയപ്പെട്ട വേളയിൽ തന്നെ എന്നോട്, ഞാൻ കീബോർഡ് വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞങ്ങൾ തമ്മിൽ കാണുന്നത് പോലും, അന്ന് എൻ്റെ വീട്ടിൽ വന്നപ്പോൾ കാണുന്നത് തന്നെ. അപ്പോൾ ആ മനുഷ്യൻ ഈ ഒരു ആൽബം ചെയ്യുന്ന അവസരം വന്നപ്പോൾ എന്നെ വിളിക്കുകയും എൻ്റെ പേര് അവിടെ പ്രസൻറ്റ് ചെയ്യുകയും ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ ആ അവസരം ഞാൻ എൻ്റെ മാക്സിമം ചെയ്തു, എന്നെ കൊണ്ടാകുന്ന തരത്തിൽ ചെയ്തു കൊടുത്തു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിച്ചത്. തുടർന്ന് ആ പാട്ട് പാടിയത് അഭിജിത്ത് കൊല്ലമാണ്. 2 പാട്ടുകളുണ്ടായിരുന്നു. ചുറ്റുമല അഭിജിത്ത്, കൊല്ലം അഭിജിത്തായിരുന്നു ആ 2 പാട്ടുകളും പാടിയത്. അപ്പോൾ ആ അവസരത്തിൽ ഒരു റെക്കോർഡിംഗ് വീഡിയോ നമ്മൾ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യുകയും ഇത് കണ്ട കൊച്ചുമണ്ടക്കാട് ശ്രീ മഹാഭഗവതി ക്ഷേത്രത്തിലെ നമ്മുടെ സുഹൃത്തുക്കൾ അവരുടെ ഇത് കണ്ട് എന്നെ വിളിക്കുകയും അവർക്കൊരു താല്പര്യമുണ്ടെന്ന് എന്നെ അറിയിക്കുകയും ആ ക്ഷേത്രത്തിലേക്ക് കുറച്ച് പാട്ടുകൾ ചെയ്യണമെന്നുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ഉള്ള അവസരത്തിലാണ് എന്നെ വിളിച്ച് അറിയിച്ചപ്പോൾ ഞാൻ സുധീ വേളമനോർ എന്ന വ്യക്തിയുമായി വീണ്ടും ബന്ധപ്പെട്ടപ്പോൾ പുള്ളി വളരെ താല്പര്യപൂർവ്വം വന്നിട്ട് ആ ക്ഷേത്രത്തിൽ വന്ന് അവിടെ അത്യാവശ്യം അവരുമായിട്ട് ബന്ധപ്പെട്ട എല്ലാം ഉള്ള ഡീറ്റെയിൽസ് എടുത്തിട്ട് ആണ് പാട്ടുകൾ എഴുതി തരികയും ഏകദേശം 9ഓളം പാട്ടുകൾ, നവാക്ഷരി പ്രസാദം എന്ന പേരിൽ 9ഓളം പാട്ടുകൾ ഞങ്ങൾ ആൽബ രൂപത്തിൽ പുറത്തിറക്കുകയും ശ്രീ മധു ബാലകൃഷ്ണൻ അടക്കം, മധു ബാലകൃഷ്ണൻ, ബി അരുന്ധതി ടീച്ചർ, അഭിജിത്ത് കൊല്ലം, നമ്മുടെ നാട്ടിലുള്ള തന്നെ പവിത്ര നമ്മുടെ നല്ലില, അതെ, അഡ്വക്കേറ്റ് രഘു നല്ലയുടെ ജ്യേഷ്ഠന്റെ മകൾ പവിത്ര, കേരളപുരം ശ്രീകുമാർ നമ്മുടെ സംഗീത നാടകങ്ങളുടെ അവാർഡ് വരെ കരസ്ഥമാക്കിയ കേരളപുരം ശ്രീകുമാർ, അസീം കൊല്ലം എന്ന നമ്മുടെ നല്ല സ്കൂളിൽ സംഗീത അധ്യാപകൻ. ഈ പാട്ടുകൾ ഓർക്കസ്ട്രേഷൻ ചെയ്തിരിക്കുന്നത് ഇന്ന് നമ്മോടൊപ്പം ഇല്ല അദ്ദേഹം, എങ്കിലും അദ്ദേഹത്തിൻ്റെ പേര് പരാമർശിക്കാൻ നമുക്ക് പറ്റില്ല, അതുകൊണ്ട് പറയുകയാണ്.
സഖാവ് മൈനാട് എന്ന് പറയുന്ന വ്യക്തിയാണ് ഇതിന് എന്നോട് പൂർണ്ണമായും എനിക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്തതെന്ന വ്യക്തി. അപ്പം ഒരു കലാകാരന് വളരുവാൻ വേണ്ടി നമ്മൾ ഒരുപാട് എന്താ പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ഒരു ക്വാളിറ്റിയെ തിരിച്ചറിഞ്ഞ് അദ്ദേഹത്തെ പ്രൊമോട്ട് ചെയ്ത, അപ്പം അദ്ദേഹം പറഞ്ഞു ഒരു കാര്യം പറഞ്ഞു, നമ്മളോടൊപ്പം ഇല്ല എന്ന് പറഞ്ഞു. അവർക്കൊരു പ്രണാമം നമ്മൾ, കാരണം നമുക്ക് വാക്കാൽ അത് മാത്രമേ പറയുവാൻ പറ്റൂ. അണ്ണ ആ കമ്പോസ് ചെയ്ത അണ്ണൻ ആദ്യമായി കമ്പോസ് ചെയ്ത പാട്ടാണോ അത്? ഒരു പ്രൊഫഷണൽ സോങ് അല്ലേ അത്? അപ്പം അതിൻ്റെ ഒരു 2 ശകലം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി വന്നാൽ. തീർച്ചയായും. നവാശ്രീ പ്രസാദം എന്ന ആൽബത്തിൽ അഭിജിത്ത് കൊല്ലം ആലപിച്ച ഒരു ഗാനം ഞാൻ പ്രേക്ഷകർക്കായി പാടാം. സൗഗന്ധിക പുഷ്പവാഹിനി സൗപർണിക തടവാസിനി അരവിന്ദദള സമനയനേ അക്ഷരബ്രഹ്മമേ മൂകാംബികേ അക്ഷരം വായിക്കുവാനറിയാത്തൊരടിയനെ അക്ഷരം വായിക്കുവാനറിയാത്തൊരടിയനെ അക്ഷരബന്ധുവാക്കി അക്ഷയനാദാർച്ചനാവേദി അമ്മേ അവിടുന്നുപവിഷ്ടനാക്കി സൗഗന്ധിക പുഷ്പവാഹിനി സൗപർണിക തടവാസിനി. ഒരുപാട് സന്തോഷം. ഇതിനകത്ത് വരികത്തൊരു പ്രത്യേകതയുണ്ട്. അക്ഷരം വായിക്കുവാൻ അറിയാത്ത ഒരുവനെ, അത് ആരുടെ ലിറിക്റ്റാണ്? കാരണം സത്യത്തിൽ ഞാൻ പറഞ്ഞതുപോലെ സുധീർ വേളമനൂർ അദ്ദേഹത്തിന്റെ വരികളാണ്. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യണം ആ ലിറിക്ക്. അക്ഷരം വായിക്കുവാൻ അറിയാത്ത എഴുതിയ വരികളാണ്. അതെ, അക്ഷരം വായിക്കുവാൻ അറിയാത്തൊരടിയനെ അക്ഷരബന്ധുവാക്കി അക്ഷരനാദാർച്ചനാവേദിയിൽ അമ്മേ അവിടുന്ന് ഉപവിഷ്ടനാക്കി. അത് സംഭവം സത്യത്തിൽ അത് നമ്മുടെ ചരിത്രവുമായിട്ടൊക്കെ തന്നെ ഒരുപാട് ബന്ധമുള്ള ഒരു വരിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുന്നത്, അദ്ദേഹം ഭയങ്കരമായി ചിന്തിച്ച് എഴുതിയ വരികളാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അത് ഒരു പ്രത്യേക, കാരണം അത് ഒരുപക്ഷെ കമ്പോസ് ചെയ്യാൻ പറ്റിയത് അണ്ണൻ്റെ ഭാഗ്യമാണത്, കേൾക്കുവാൻ പറ്റിയത് എൻ്റെയും ഒരു ഭാഗ്യമാണ് എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ വേളമനൂർ എന്ന് പറയുന്ന വ്യക്തി ഇന്ന് നമ്മോടൊപ്പം ഇല്ല. അദ്ദേഹത്തിന് കൂടി ഒരു പ്രണാമം ഞാൻ ഈ അവസരത്തിൽ അറിയുന്നു. തീർച്ചയായിട്ടും. അണ്ണ ഫാമിലിയെക്കുറിച്ച്. എൻ്റെ അച്ഛൻ മരണപ്പെട്ടുപോയി, ഗോപിനാഥൻ. അദ്ദേഹം നെല്ലില ഗവൺമെൻറ് UP സ്കൂളിലെ പ്രഥമ അധ്യാപകനായി വിരമിച്ച ആളാണ്. 2017 അച്ഛൻ മരിച്ചു. പിന്നെ അമ്മയുണ്ട്, അമ്മ, വൈഫ്, എൻ്റെ 2 മക്കൾ, മകൾ ഭാര്യ ശ്രീലത, മകൾ അനുശ്രീ എസ് ബിനു, ഇപ്പോൾ +1 ഇളമ്പുള്ള സ്കൂളിൽ പഠിക്കുന്നു. +1 പഠിക്കുന്നു. മോൻ അർണവസ് ബിനു ഇപ്പോൾ നല്ല ഗവൺമെൻറ് UPS 7ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. വൈഫ് എന്ത് ചെയ്യുന്നു? വൈഫ് ഹൗസ് വൈഫാണ്. എനിക്ക് ഈ ഒരു എൻ്റെ ഈ ഉദ്യമത്തിൽ എനിക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും പ്രോത്സാഹനവും ചെയ്തു തന്നത് എൻ്റെ ഭാര്യ തന്നെയാണ്. എന്നോടൊപ്പം അദ്ദേഹം എൻ്റെ കൂടെ വന്നതിന് ശേഷം, അദ്ദേഹം ഒരു കലാകുടുംബത്തിൽ ജനിച്ച ആളാണ്. ചബ്ര ധനപാലൻ എന്ന് പറയുന്ന നമ്മളൊപ്പം ഇല്ല, അദ്ദേഹത്തിൻ്റെ മകളാണ്. സംഗീത പാരമ്പര്യമുള്ള കുടുംബത്തിൽ തന്നെയാണ്. ചേച്ചിക്ക് ഒരു ബിഗ് സല്യൂട്ട് കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് ഉള്ളിലൊരു കലയുണ്ട് എന്നറിയുമ്പോൾ അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യാൻ കൂടെ ചങ്കോട് നിൽക്കുന്ന ഒരു ഭാര്യയാണ് ഏറ്റവും ഉത്തമയായ ഭാര്യ എന്ന് പറയുന്നത്. അതുകൊണ്ട് ചേച്ചിക്ക് ഒരു കിടുക്കൻ ബിഗ് സല്യൂട്ട്. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഞാനൊരു പാട്ടിൻ്റെ സജഷൻ പറയട്ടെ. നമ്മുടെ രവീന്ദ്രൻ മാഷ് അനശ്വരമാക്കിയ ഒരു ഗാനമുണ്ട്. അമരം എന്ന ചിത്രത്തിൽ ഭരതൻ സാർ ഒപ്പിയെടുത്ത കുറേ എന്താ പറയുന്നത് നല്ല കുറച്ച് ഗാനങ്ങൾ സമ്മാനിച്ച അതിൽ വികാരനൗക എന്ന ഒരു ഗാനം, ഒരു പക്ഷേ നമുക്ക് ആർക്കും മറക്കാൻ പറ്റാത്ത, അത് നമ്മളിപ്പോഴും ഇഷ്ടപ്പെടുന്ന ഒരു ഗാനമാണ്. അതിൻ്റെ കുറച്ച് ശകലങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് ആലപിക്കണം. തീർച്ചയായും. നമുക്ക് എല്ലാവർക്കും വളരെയധികം വൈകാരികതയുള്ളൊരു ഗാനം തന്നെയാണ്. പശ്ചിമാവധി രാഗത്തിൽ ശ്രീ രവീന്ദ്ര മാഷ് കമ്പോസ് ചെയ്ത ഗാനം. വികാരനൗകയുമായി തീരമാലകളാടിയുലഞ്ഞു കണ്ണീരുപ്പു കലർന്നൊരു മണലിൽ വേളിപ്പുടവ വിരിഞ്ഞു രാക്കിളി പൊന്മകളെ നിൻ പൂവിളി യാത്രാമൊഴിയാണോ
പിൻവിളിയാണോ. ഒരുപാട് സന്തോഷമാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ പിന്നെ ഈ ഒരു നമ്മുടെ വളരെ വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി കുറേ നേരം ചെലവഴിച്ചത്, അതിലുപരി നമ്മുടെ കൊല്ലം ജില്ലയിൽ യഥാർത്ഥത്തിൽ റെക്കോർഡിംഗ് സ്റ്റുഡിയോകൾ കുറവാണ് നമുക്ക്. അപ്പം ഇങ്ങനൊരു സ്റ്റുഡിയോ ക്രിയേറ്റിവിറ്റി ചെയ്യുകയും അതിലുപരി അതിനകത്ത് ഒരു ആർട്ടിഫിഷ്യൽ വർക്കുകൾ എന്നെ ഒരുപാട് കൗതുകപ്പെടുത്തിയൊരു സംഭവമാണ്. അത് സ്വന്തം കൈപ്പടയിൽ തന്നെ ചെയ്യുക എന്ന് പറയുന്നത് ഒരു പ്രത്യേക അഭിനന്ദനം അർഹിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഒരു വ്യക്തി തന്നെ അദ്ദേഹത്തിന് സ്വന്തം കൈപ്പടയിൽ തന്നെ മൊത്തം വർക്കുകളും ചെയ്തിട്ട് ഇതിപ്പോൾ നമുക്കൊരു പ്രൊഫഷണൽ സ്റ്റുഡിയോ ഫീൽ ചെയ്യുന്ന രീതിയിലാണ്. കാരണം ഈ നമ്മുടെ ഇതിൻ്റെ ലൊക്കേഷൻ നമ്മുടെ പ്രേക്ഷകർക്ക് അതല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോ കാണുന്നവരൊക്കെ ആ ഒരു വ്യക്തികൾക്ക് തിരക്ക് വരണമെങ്കിൽ ആ ലൊക്കേഷൻ ഒന്ന് പറയുക അവരുടെ അടുത്ത്. എൻ്റെ സ്വദേശം നല്ലിലയാണ്. പെരുമ്പുഴ ആയൂർ റൂട്ടിൽ നല്ലില ജംഗ്ഷന് തൊട്ട് കിഴക്ക് ഏകദേശം തൊട്ടടുത്ത ജംഗ്ഷൻ ESI ജംഗ്ഷൻ. ESI ജംഗ്ഷനിൽ നിന്നും ഏകദേശം 50 മീറ്റർ വടക്കോട്ട് മാറിയിട്ടാണ് എൻ്റെ വീട്. എൻ്റെ വീട്ടിൽ തന്നെയാണ് ഞാൻ സ്വന്തമായി നിർമ്മിച്ച ഈ സ്റ്റുഡിയോ ഉള്ളത്. അതിൻ്റെ പിന്നിലുള്ള ആഗ്രഹം കുഞ്ഞുനാൾ മുതലേ ഉള്ള എൻ്റെ ഈ ആഗ്രഹത്തിൻ്റെ ഒരു സഫലീകരണമാണ് ഇപ്പോൾ എനിക്ക് നേടിയെടുക്കാൻ പറ്റിയത് എന്നുള്ള ഒരു സംതൃപ്തി കൂടി അതിനകത്തുണ്ട്. ഈ കുഞ്ഞുനാൾ മുതലുള്ള ആഗ്രഹം എന്ന് പറയുമ്പോൾ എത്ര വർഷങ്ങൾക്ക് മുൻപുള്ള ആഗ്രഹമാണ്? ചെറുപ്രായത്തിലേ ഉള്ളതാണ്. സംഗീതത്തോടുള്ള എൻ്റെ താല്പര്യം ചെറുപ്രായത്തിലേ ഉള്ളതാണ്. അതിനു വേണ്ടി നടന്ന സമയം എനിക്ക് ഒരുപാട് വിഷമതകളും ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ ഇന്ന് സ്വന്തമായി വരുമാനം കണ്ടെത്തി അത് നേടിയെടുക്കുക എന്നുള്ള ഒരു ആഗ്രഹം ഇനി എൻ്റെ വരുന്ന തലമുറയും അവർക്ക് ചെയ്യാൻ പറ്റുന്ന ആ പാഷൻ, എത്രത്തോളം നമ്മൾ വേറെ മേഖലയിൽ പോയാലും നമ്മുടെ ഉള്ളിലൊരു പാഷൻ ഉണ്ടെങ്കിൽ അത് നടപ്പാക്കിയിരിക്കണം എന്നുള്ളൊരു വാശി ആണ്. തീവ്രമായ ഒരു ഒരു അംബിഷൻ, ആഗ്രഹം തന്നെ അങ്ങ് സബലീകരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു ആത്മസംതൃപ്തി, അതാണ് അനന്റെ ആ ഒരു സ്പിരിറ്റ് എന്ന് പറയുന്നത്. അല്ല, ഈ പാട്ടുകൾക്കെല്ലാം റെക്കോർഡ് ചെയ്യാൻ മറ്റുള്ള സ്റ്റുഡിയോയിൽ ചെല്ലുമ്പോൾ ഞാൻ അവിടെ നിന്നെല്ലാം ഇതിന്റെ ചില കാര്യങ്ങൾ കണ്ടെത്തി എൻ്റെ മനസ്സിൽ വെച്ച് എൻ്റെ സ്റ്റുഡിയോയിൽ ചെയ്യുമ്പോൾ ഞാനത് പ്രാവർത്തികമാക്കി എടുത്തു തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഇത് കാണുന്ന തരത്തിൽ രൂപത്തിൽ ആക്കിയെടുത്തത്. അണ്ണാ, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി നമുക്കൊരു പഴയ ഗാനം ഒന്ന് ആലോചിച്ചാലോ? നമ്മുടെ പ്രേക്ഷകർ എന്ന് പറഞ്ഞാൽ ഒരുവിധപ്പെട്ട ഒരു 60 വയസ്സിനകത്തുള്ളവരൊക്കെ നമ്മുടെ പ്രേക്ഷകരായിട്ടുള്ളവരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി നമുക്കൊരു പഴയ ഗാനം നമുക്കൊന്ന് ആലോചിക്കാം. തീർച്ചയായും രവീന്ദ്രൻ മാസ്റ്റർ തന്നെ ജോഗ് രാഗത്തിൽ അദ്ദേഹം ചെയ്ത ഇരുഹൃദയങ്ങൾ എന്ന ഗാനം. ഇരുഹൃദയങ്ങളിലൊന്നായി വീശി നവ്യ സുഗന്ധങ്ങൾ ഇഷ്ടവസന്ത തടങ്ങളിൽ എത്തിയിണയറയന്നങ്ങൾ കൊക്കുകൾ ചേർത്തു ചിറകുകൾ ചേർത്തു കോമളക്കൂജനഗാനമുദിത്തു വിണ്ണിൽ നീളെ പറന്നു പാറി പ്രണയ കബോധങ്ങൾ തമ്മിൽ പുല്ലി കേളികളാടി തരുണമരാളങ്ങൾ. ഒരുപാട് സന്തോഷം എന്നാണ്. ഇതിനിടയ്ക്ക് ഒരു വ്യക്തി പറഞ്ഞായിരുന്നു, നമ്മുടെ പത്തനാപുരത്ത് ഹരിച്ചേട്ടനുമായിട്ടൊരു ബന്ധമുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പം ജസ്റ്റ് അദ്ദേഹത്തെ കുറിച്ച് ഒരു 2 വാക്ക് സംസാരിക്കാം. തീർച്ചയായും അത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു വ്യക്തിത്വം തന്നെയാണ്. ഈ ഞാൻ പറഞ്ഞല്ലോ, കൊച്ചുമണ്ടക്കാട് ക്ഷേത്രത്തിലെ നവാശ്രീ പ്രസാദ് എന്ന ഓഡിയോ ആൽബം ലോഞ്ച് ചെയ്യണം ഞങ്ങൾ ആഗ്രഹിച്ചപ്പോൾ ആദ്യമായി ഞങ്ങളുടെ മനസ്സിൽ വന്ന ആ മുഖം ആ മനുഷ്യൻ്റെ തന്നെയാണ്. അങ്ങനെ കമ്മിറ്റി അംഗങ്ങൾ, എൻ്റെ അടുത്ത സുഹൃത്ത് വിനോദ് അദ്ദേഹത്തെ വിളിക്കുകയും വളരെ താല്പര്യപൂർവ്വം ആ പരിപാടിയിൽ പങ്കെടുക്കുകയും അതേപോലെ തന്നെ നമ്മുടെ ഭദ്രദാസൻ, നമ്മുടെ ക്ഷേത്രത്തിലെ തന്ത്രിയാണ്, എൻ്റെ പിതാവ് പഠിപ്പിച്ച ഒരു മനുഷ്യനാണ്. വളരെ താല്പര്യപൂർവ്വം അതിന് വന്നിട്ട് ഞങ്ങൾക്ക് വേണ്ട അനുഗ്രഹങ്ങളും ആശംസകളും എല്ലാം നേർന്ന് വളരെ സന്തോഷപരമായിട്ടാണ് ആ ഒരു ലോഞ്ചിങ് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയതും.
ഹരിയണ്ണൻ്റെ ആ ഒരു സാമീപ്യം ഞങ്ങൾക്ക് വളരെയധികം ഊർജം തന്ന ഒരു തീർച്ചയായിട്ടും എല്ലാവർക്കും അറിയാമല്ലോ. ഞാനൊരു ബിഗ് സലൂണ്ട് അദ്ദേഹത്തിന് കൊടുക്കുന്നതിൻ്റെ കാര്യം എന്ന് പറയുമ്പോൾ എൻ്റെ വിവാഹത്തിൻ്റെ നേരമെടുത്തതും എൻ്റെയും എൻ്റെ വൈഫിൻ്റെയും നാള് നോക്കിയത് അദ്ദേഹത്തിൻ്റെ അച്ഛനാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ദൈവം സഹായിച്ച ഇതുവരെ ഒരു കുഴപ്പങ്ങളുമില്ല. നമുക്ക് അതുകൊണ്ട് അദ്ദേഹത്തിനൊരു ബിഗ് സലൂട്ട് നമ്മൾ കൊടുക്കുകയാണ്. ഓക്കെ, ആശംസകൾ ഹരിയണ്ണ. ഞാൻ അദ്ദേഹത്തിൻ്റെ ഫോളോവറാണ്. അണ്ണാ പിന്നെ ഇപ്പം എന്താണ് ജോലി എന്താണ്? ഞാൻ പറഞ്ഞില്ല, ആദ്യമേ തന്നെ പറഞ്ഞു, ഞാൻ സിവിൽ എഞ്ചിനീയറാണ്. അപ്പോൾ പിന്നെ അതായത് ബിൽഡിങ്ങുകളുടെ പ്ലാൻ, അത് ഡിസൈനിങ്, അതിൻ്റെ പെർമിറ്റ് വർക്കുകൾ, അതായത് ഇപ്പോൾ ഏത് നിർമ്മാണ പ്രവർത്തിക്കും നമുക്ക് നമ്മുടെ തദ്ദേശ വകുപ്പിൽ നിന്നും നമുക്ക് അനുമതി വാങ്ങിക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ ഞാനൊരു സിവിൽ എഞ്ചിനീയർ എൻ്റെ ലൈസൻസിയാണ്. അപ്പോൾ അതിലൂടെ അങ്ങനെ ആവശ്യമുള്ളവർക്ക് അത് ചെയ്തു കൊടുക്കുന്ന ജോലിയാണ് മെയിനായിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ കൺസ്ട്രക്ഷൻ വർക്കുകളും ചെയ്യുന്നുണ്ട്. ഇന്ന് എനിക്ക് എൻ്റെ ഈ സ്റ്റുഡിയോ എൻ്റെ ഈ ആഗ്രഹ സഫലീകരണം നടത്താൻ എനിക്ക് ഏറ്റവും കൂടുതൽ സഹായമായത് എൻ്റെ തൊഴിൽ തന്നെയാണ്. തീർച്ചയായിട്ടും ഒരു വ്യക്തിക്കും തൊഴിലാണ് പ്രധാനം. ഇനി ഏത് തൊഴിലായാലും നമ്മൾ ചെയ്യുന്ന തൊഴിലിനോട് നമുക്ക് ഒരു മാന്യത പുലർത്തുമ്പോൾ ആ തൊഴിൽ തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ വിജയം കൈവരിക്കുന്നത്. ഓക്കെ, തീർച്ചയായിട്ടും. അപ്പം ആണ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി നമ്മുടെ ഒരു എന്താ പറയുക, നമ്മുടെ ഞാൻ ഒരു സബ്ജക്ഷൻ പറയാം, ഒരു നൊസ്റ്റാൾജിക് സോങ് പറയട്ടെ. നമ്മുടെ ദാസേട്ടൻ ആലപിച്ച നമ്മുടെ കായാമ്പൂ കണ്ണിൽ വിടരും, ഈ ഒരു ഗാനം നമ്മുടെ പ്രേക്ഷകർക്ക് ഒന്ന് ആലപിക്കാമോ? അതെ, നദി എന്ന ചിത്രത്തിലെ കായാമ്പൂ എന്ന ഗാനം പ്രേക്ഷകർക്ക് ഞാൻ. കായാമ്പൂ കണ്ണിൽ വിടരും കമലദളം കവിളിൽ വിടരും അനുരാഗവതി നിൻചൊടികളിൽ നിന്നാലിപ്പഴം പൊഴിയും കായാമ്പൂ കണ്ണിൽ വിടരും കമലദളം കവിളിൽ വിടരും. അണ്ണാ, ഈ സാധനം ഇവിടെ നിർത്തിയാൽ പറ്റത്തില്ല. അതിൻ്റെ അനുപല്ലവി ഒന്ന് എടുക്കണം. കാരണം അതിനകത്തൊരു ട്വിസ്റ്റ് ഉണ്ട്. കാരണം ഏതൊരു കലാകാരനെ കിട്ടിയാലും നമ്മൾ എന്തെങ്കിലും ചെയ്യിക്കാതെ ഞാൻ വിടത്തില്ല. തീർച്ചയായിട്ടും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ആ ഒരു പോർഷൻ അണ്ണനെടുക്കുക. പൊന്നരഞ്ഞാണും ഭൂമിക്കു ചാർത്തും പുഴയുടെ ഏകാന്ത പൊളിനത്തിൽ പൊന്നരഞ്ഞാണും ഭൂമിക്കു ചാർത്തും പുഴയുടെ ഏകാന്ത പൊളിനത്തിൽ നിൻ മൃദുസ്മേരത്തിനിന്ദ്രജാലം കണ്ടു നിൻ മൃദുസ്മേരത്തിനിന്ദ്രജാലം കണ്ടു നിത്യവിസ്മയവുമായി ഞാനിറങ്ങി നിത്യവിസ്മയവുമായി ഞാനിറങ്ങി സഖി ഞാനിറങ്ങി കായാമ്പൂ കണ്ണിൽ വിടരും കമലദളം കവിളിൽ വിടരും. അണ്ണാ, ഒരുപാട് സന്തോഷം. നമുക്ക് ഇത്രയും നേരം നമുക്ക് വേണ്ടി വിലപ്പെട്ട സമയം നമ്മുടെ മീഡിയയ്ക്ക് മുന്നിൽ എന്നോടൊപ്പം പങ്കുവച്ചതിന് ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. എൻ്റെ ഭാഗത്തു നിന്നും, എൻ്റെ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും, അതുപോലെ തന്നെ ഞാൻ എൻ്റെ പ്രേക്ഷകരോടും, അതേപോലെ റെക്കോർഡിംഗ് ആർട്ടിസ്റ്റുകളോടും, അതേപോലെ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന എല്ലാ സുഹൃത്തുക്കളോടും ഞാൻ പറയുകയാണ്, ഇദ്ദേഹത്തിൻ്റെ ഒരു സ്വന്തം കൈപ്പടയിൽ ഇദ്ദേഹം ചെയ്ത വളരെ വലിയൊരു സംരംഭം ഇവിടെയുണ്ട്. റെക്കോർഡിങ്ങുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇദ്ദേഹത്തെ സമീപിക്കാം. ആ റൂട്ട് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു അതുല്യ കലാകാരനെ തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അദ്ദേഹത്തിന് മാക്സിമം വർക്കുകൾ കൊടുക്കുക. നമ്മുടെ ഭാഗത്തു നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്യുക. അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് അതുപോലെ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന സമീപനവും സഹകരണങ്ങളും അതിലുപരി സഹായങ്ങളും. തീർച്ചയായും അത് നിങ്ങളും ചെയ്യുക. അദ്ദേഹവും അതുപോലെ തന്നെ ചെയ്യും. അതുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഈ കലാകാരനെ. അണ്ണാ, ഒരുപാട് സന്തോഷം. ഓക്കെ.